നമസ്കാരം. വിമല കോളേജ് മലയാള ഗവേഷണ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വായനാവാരത്തോടനുബന്ധിച്ച് വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ വായനയിൽ അതിഥിയായി എത്തുന്നത് മലയാളത്തിൻ്റെ പ്രിയ കഥാകൃത്ത് ഫ്രാൻസിസ് നെറോണ. ചെറുകഥയായും പിന്നീട് സിനിമയായും ആസ്വാദകരെ വിസ്മയിപ്പിച്ച തൊട്ടപ്പൻ്റെ രചയിതാവ്. ഇദ്ദേഹത്തിൻ്റെ മറ്റു കഥകൾ ആദമിൻ്റെ മുഴ, ഇരുൾരതി, കടവരാൽ, പെണ്ണാച്ചി, രണ്ടാം പെണ്ണ്, കക്കുകളി. ഇവ കൂടാതെ അശരണരുടെ സുവിശേഷം എന്ന നോവലും എഴുതിയിട്ടുണ്ട്. തൻ്റെ കഥകളിൽ ഭാഷ കൊണ്ടും ആഖ്യാന സവിശേഷതകൾ കൊണ്ടും മാന്ത്രികതകൾ സൃഷ്ടിക്കുന്ന ശ്രീ ഫ്രാൻസിസ് നെറോണയെ വിമല പോഡ്കാസ്റ്റിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. സ്നേഹമുള്ളവർ, ഞാൻ ഫ്രാൻസിസ് നെറോണ. തൃശ്ശൂർ വിമല കോളേജിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബഹുമാനപ്പെട്ട അധ്യാപകർക്കും എൻ്റെ സ്നേഹാശംസകൾ. വായനാവാരത്തോടനുബന്ധിച്ച് നിങ്ങളുടെ കോളേജ് നടത്തുന്ന ഈ പോഡ്കാസ്റ്റ് പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ഹേമമാലിനി ടീച്ചറിനോടുള്ള എൻ്റെ കടപ്പാട് അറിയിക്കുന്നു. വിമല കോളേജിൽ എന്നെ ഇതിനു മുമ്പ് ക്ഷണിച്ചിട്ടുള്ളതാണ്. ചില ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങൾ വന്നതുമൂലം എനിക്കവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുകൂടി ഞാൻ ആദ്യമേ ഒരു ക്ഷമ ചോദിക്കുന്നു. കുട്ടിക്കാലം മുതലേ വായിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ. അങ്ങനെ വായിക്കാനായി ഞാൻ നിർബന്ധിതനായ ഒരാളാണ്. കാരണം രോഗം പിടിച്ച ഒരു കുട്ടിക്കാലവും കൗമാരവും യൗവനവും ഒക്കെ ആയിരുന്നു എൻ്റെ. ആശുപത്രി കിടക്കയിൽ എനിക്ക് കൂട്ടായിട്ട് വന്നത് പുസ്തകങ്ങളാണ്. എന്നെ ആശുപത്രിയിൽ കാണാൻ വന്ന ഒരു കന്യാസ്ത്രീ അമ്മ സമ്മാനിച്ച ബൈബിളായിരുന്നു എൻ്റെ ആദ്യകാല വായനകളിലെ ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഇടുങ്ങിയ വാതിലിലൂടെ നിങ്ങൾ കടന്നു പോകുക. ഈ ഒരു വാക്ക് കുറേ കാലം എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നിരുന്നു. പുസ്തകങ്ങൾ ശരിക്കും ഇടുങ്ങിയ വാതിലുകളാണ്. അതിലൂടെ കടന്നു പോകുന്ന നമ്മൾ ഒരു വിശാലമായ ഒരു പുതിയ ലോകത്തിലേക്കാണ് എത്തിച്ചേരുക. മറ്റു ചിലപ്പോൾ അത് നമ്മളെ പഴയകാല മറവികളിലേക്ക്, മറന്നു കിടന്ന നമ്മുടെ ഭൂതകാലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. അങ്ങനെ പുതുകാല ഭാവിയിലേക്കും പഴയകാല ഓർമ്മകളിലേക്കും വർത്തമാനകാലത്തിൽ നിന്ന് അനുഭവിക്കുവാൻ കഴിയുന്ന ഭൂതവും ഭാവിയും വർത്തമാനവും ഒരുപോലെ നമ്മളെ അനുഭവിപ്പിക്കാൻ സാധിക്കുന്ന ഒന്ന് പുസ്തകം മാത്രമാണ്. അത് വായിക്കുന്നതിലൂടെ നമുക്ക് പരിചിതമല്ലാത്ത വഴികളിലും പരിചിതമായ വഴികളിലും ഒരുപോലെ ചെന്നെത്തുന്നുണ്ട്. എല്ലായിടത്തും ഞാൻ പ്രശാന്തി തിരഞ്ഞു. എന്നാൽ പുസ്തകവുമായി ഒരു മൂലയിലിരിക്കുമ്പോൾ മാത്രമാണ് എനിക്കത് ലഭിച്ചതെന്ന് തോമസ് അക്വീനാസ് പറയുന്നുണ്ട്. ആത്മാവിലെ തണുത്തുറഞ്ഞ സമുദ്രങ്ങളെ ഉടയ്ക്കുന്ന മഞ്ഞു കോടാലിയായി ഫ്രാൻസിസ് കാഫ്ക പുസ്തക വായനയെ കാണും. അങ്ങനെ ലോകത്തിലുള്ള സാഹിത്യകാരന്മാരും മറ്റ് ചിന്തകരും ബുദ്ധിജീവികളുമൊക്കെ പുസ്തകത്തെ, അതിൻ്റെ വായനയെക്കുറിച്ച് വളരെ ഹൃദയസ്പർശിയായ വാചകങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തകം എന്ന് പറയുന്നത് ഒരു അഭയമാണ്. വായന എന്ന് പറയുന്നത് ഒരു നനയാണ്. കാരണം വാടിപ്പോയ എൻ്റെ ജീവിതത്തെ പച്ചപ്പ് നിറയ്ക്കാനായിട്ട് എനിക്ക് ആ വായനയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ നിന്ന് നമുക്ക് എപ്പോഴൊക്കെ ഒളിച്ചോടാൻ തോന്നുന്നു, അപ്പോഴൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചു നിർത്തുന്നത് പുസ്തകങ്ങൾ തന്നെയാണ്. നമ്മുടെ പഴകി തുടങ്ങിയ നമ്മുടെ ജീവിത കുപ്പായം മാറ്റിയിട്ട് പുത്തനെടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഒരു ഇടം നമ്മൾക്ക്
പുസ്തകങ്ങൾ നൽകുന്നുണ്ട്. കോളേജ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയം ചിലവഴിക്കുവാനായിട്ട് ഒരുപാട് മറ്റ് മേഖലകളുണ്ട്. സംഗീതവും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളുമൊക്കെ ഉള്ള ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടമാണ് കലാലയം. ആ കലാലയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിലായിരിക്കും അവരുടെ ലൈബ്രറി. കലാലയത്തിലേക്ക് വരുന്ന കുട്ടികളിൽ ഒരു 20% കുട്ടികളെങ്കിലും ആ ഒഴിഞ്ഞ ഇടത്തെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റും ലോകം ഇനിയും ഒരുപാട് പ്രതീക്ഷകൾ നിറഞ്ഞതാണ്. കാരണം ഈ 20% കുട്ടികളിൽ ആ ഒഴിഞ്ഞു കിടക്കുന്ന ഗ്രന്ഥപ്പുര നൽകുന്ന വെളിച്ചം, ആ വെളിച്ചം മാത്രം മതി ഇനി വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ഇരുട്ടിനെ മാറ്റാൻ, ഈ ലോകം മുഴുവൻ പ്രകാശം നിറയ്ക്കുവാനായിട്ട്. വായിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് ചിലപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുമായിരിക്കും. വായിക്കുന്ന ഒരുവനെ എപ്പോഴും നവീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. വായിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു പുതുലോകത്തെ കാണുവാനായി ഭാവന ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. വായന ആറിപ്പോയ ജീവിതത്തെ ചൂടാക്കുന്നുണ്ട്. എൻ്റെ മമ്മാഞ്ഞിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, ആറിപ്പോയത് ചൂടാക്കണമേ എന്ന്. അവരങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു കൗതുകത്തോട് ഇങ്ങനെ കേട്ട് നിൽക്കും. മമ്മാഞ്ഞിക്ക് മമ്മാഞ്ഞിയുടേതായ യാചനകൾ ദൈവത്തോടുണ്ടായിരുന്നു. ശരിക്കും ആറിപ്പോയത് ചൂടാക്കണമെന്നുള്ള വാക്കുകളുടെ അർത്ഥം പിടികിട്ടുന്നത് അവർ മരിച്ചു കിടക്കുമ്പോഴാണ്. അവിടെ കവിളിൽ ഞാൻ ഉമ്മ ഉണ്ടായ ഒരു തണുപ്പ് എൻ്റെ ചുണ്ടിൽ ഇപ്പോഴുണ്ട്. ജീവിതം മാറാൻ തുടങ്ങുമ്പോഴൊക്കെ നമ്മളെ ചൂട് പിടിപ്പിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് നിർത്തുന്ന ഒന്നായിട്ട് ഞാൻ പുസ്തകത്തെ കാണുകയാണ്. അത്തരം മാറിത്തുടങ്ങുന്നൊരു ജീവിതം എനിക്കുണ്ടായതുകൊണ്ടാവാം അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വായനയെക്കുറിച്ച് നൽകാനായിട്ട് സാധിക്കുന്നത്. വളരെ ചെറിയ പ്രായം തൊട്ടേ വായിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ ആദ്യകാല വായനകൾ മുട്ടത്ത് വർക്കിയും കാനവും ഒക്കെയായിരുന്നു. പിന്നീടാണ് MD സാർ, മുകുന്ദേട്ടൻ, കുഞ്ഞിക്ക, OV സക്കറിയ, സാറ, CV ബാലകൃഷ്ണൻ, അങ്ങനെ ബെന്യാമിൻ, അങ്ങനെയുള്ള ഒട്ടനവധി പ്രമുഖരായ എഴുത്തുകാർ എൻ്റെ വായനയിലേക്ക് കടന്നു വരുന്നത്. ഒട്ടുമിക്കവരെ ഞാൻ വളരെ ആർത്തിയോടെയാണ് വായിച്ചിരുന്നത്. അത്തരം വായനകൾ നൽകിയിട്ടുള്ള ഒരു പിൻബലമാണ് പിൽക്കാലത്ത് എന്നെ എഴുത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. എഴുത്തിലേക്ക് കടന്നു വരുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത്, ഇത്ര കാലം ഞാൻ വായിച്ചിട്ട് എനിക്ക് കിട്ടാതെ പോയിട്ടുള്ള എൻ്റെ ചില സ്വകാര്യതകൾ, എൻ്റെ ചില ചുറ്റുവട്ടങ്ങൾ, എൻ്റെ ജീവിത പരിസരത്ത് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് വ്യക്തികൾ, അത്തരം എൻ്റെ അനുഭവങ്ങൾ, അനുഭൂതികൾ, കാഴ്ചകൾ ഒന്നും ഞാൻ വായിച്ച് കടന്നു വന്ന പുസ്തകങ്ങളിൽ കാണാതെ വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് എനിക്കത് എഴുതി തുടങ്ങേണ്ടേ എന്നുള്ളൊരു ചിന്ത അലട്ടാൻ തുടങ്ങിയത്. ആരോ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ തൃപ്തിപ്പെടുത്താത്ത പുസ്തകങ്ങൾ, നിങ്ങളെ തൃപ്തിപ്പെടുത്താത്ത വായനകൾ ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പുസ്തകം നിങ്ങൾക്ക് രചിച്ചുകൂടെ, നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വായനാനുഭവം നിങ്ങൾക്കുണ്ടാക്കിക്കൂടെ എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ആരോ പറഞ്ഞിട്ടുള്ളതാണിത്. അത്തരം എന്നെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള എൻ്റെ ശ്രമങ്ങളുടെ ഭാഗങ്ങളാണ്, എൻ്റെ വായനയെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള എൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെ എൻ്റെ എഴുത്തിനെയും കാണാമെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും അതൊരു അഹങ്കാരമല്ല. അങ്ങനെയാണ് എഴുത്തിലേക്ക് കടന്നു വരുന്നത്. എഴുതി തുടങ്ങിയ കാലത്തും വായിക്കുമായിരുന്നു. എഴുത്തിൽ സജീവമാകാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ വായനയ്ക്ക് കുറച്ച് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതിലെനിക്ക് വളരെ വിഷമവുമുണ്ട്. കാരണം
എപ്പോഴും നമ്മളെ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത് വായന തന്നെയാണ്. വിമല കോളേജിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതാണ്: എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരിത്തിരി സമയം കിട്ടുന്നു അപ്പോഴൊക്കെ നിങ്ങളുടെ കോളേജിലെ ഏതോ ഒരു ഇടുങ്ങിയ ലോകത്ത് ഉള്ളിൽ അഗ്നി ഒളിപ്പിച്ച് കഴിയുന്ന ആ ഗ്രന്ഥപുരയിലേക്ക് കടന്നു ചെല്ലുവാൻ, കുറച്ചു നേരം ആറിപ്പോകുന്ന ജീവിതങ്ങളെ തൊട്ട് ചൂടാക്കുന്ന ആ അഗ്നിയെ അടുത്തറിയുവാനുമായിട്ട് ശ്രമിക്കണമെന്ന് വിനയപുരസരം ഒരു അഭ്യർത്ഥന കൂടെയുണ്ട്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകാൻ തോന്നുമ്പോഴൊക്കെ നമുക്ക് അഭയമാകുന്നത് പുസ്തകങ്ങൾ തന്നെയാണ്. ഇടുങ്ങിയ വാതിലുകളാണ് പുസ്തകങ്ങൾ. അതിലൂടെ കടക്കുന്ന നമ്മൾ വിശാലമായ ലോകത്തെത്തിച്ചേരുന്നു. പഴകിയ ജീവിത കുപ്പായത്തെ മാറ്റി പുത്തനുടുപ്പിക്കാൻ അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ കൊറോണ കാലം വായിക്കാൻ മടിച്ചു നിന്നവരെ കൂടി വായിക്കുവാനായിട്ട്, വായനയുടെ ലോകത്തിലേക്ക് കടക്കുവാനായിട്ട് പ്രേരിപ്പിച്ച ഒരു കൊറോണ കാലം. വായനയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന പഴയകാല സാഹിത്യകാരന്മാരെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പുതുതലമുറയിലെ എഴുത്തുകാരും ഈ യാത്രയിൽ എൻ്റെ ഒപ്പമുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെയും വിവേകത്തിൻ്റെയും പുസ്തക ഇടങ്ങളിലെ ഒരു കുഞ്ഞു വായനക്കാരനാവുക, അതുതന്നെയാണ് എഴുത്തിൻ്റെ കൊടുമുടിയേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയം. വിമല കോളേജിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, അവിടുത്തെ ബഹുമാനപ്പെട്ട ടീച്ചേഴ്സിനും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും എൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നതിനോടൊപ്പം എല്ലാവർക്കും വായനയുടെ ആഴങ്ങളിലേക്ക് പോകുവാനും വായന നൽകുന്ന ഒരു വെളിച്ചം മനസ്സിൽ കൊണ്ട് നടക്കുവാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.